ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നീയക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം മുന്നേ അവളുടെ ബർത്ത്ഡേ അല്ലേന്നോ, അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പം ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പം ഞാനല്ല കേട്ടോ വാങ്ങിക്കുന്നത്, ആളുടെ അമ്മമ്മയാണ് കേട്ടോ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് നൈറ്റ് ഓഫ് ആയതുകൊണ്ട് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നീയക്കുട്ടിയും കൂടെ മഞ്ചേരിക്ക് പോവുകയാണ്. അമ്മ അങ്ങോട്ട് വരും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ വേഗം പോവുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം നീയക്കുട്ടിൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ടേ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നാൽ അധികം വണ്ടിയൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ വേഗം മെയിൻ റോട്ടിലേക്ക് നടക്കുകയാണ്. നമ്മുടെ കരിക്കാട് അമ്പലത്തിൻ്റെ വഴിയാണ് കേട്ടോ. 2 സൈഡിലും കവുങ്ങും തോട്ടമാണ്. അവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കവുങ്ങും തോട്ടത്തിൽ നല്ല രസമാണ് കാണാൻ, നല്ല പച്ചപ്പും അതുപോലെ ഒരുപാട് കവുങ്ങും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് എത്താനായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എപ്പോഴാണ് വണ്ടി കിട്ടുക? മെയിൻ റോഡ് ആയതുകൊണ്ട് അധികം താമസിയാതെ വണ്ടി കിട്ടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. പുതിയ സ്റ്റാൻഡിലേക്കാണ് ബസ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. കുറേ ഡ്രസ്സ് നോക്കിയിട്ടോ, ആൾക്കൊറ്റൊന്നും പറ്റിയതില്ല. ഫസ്റ്റത്തെ ഷോപ്പിൽ തന്നെ ഒരുപാട് ഡ്രസ്സുകൾ വലിച്ചിട്ടിട്ടുണ്ട്. ആൾക്കതൊന്നും തൃപ്തിയായിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഓരോ ഡ്രസ്സും വലിച്ചിട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ഷോപ്പിൽ കയറിയപ്പം ആൾക്ക് ഈ ഒരു വൈറ്റ് ഡ്രസ്സിനോട് നല്ല ഇഷ്ടമുണ്ടായിരുന്നേ. പക്ഷേ വൈറ്റ് ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് ആയതുകൊണ്ട് അത് പറ്റൂല. പിന്നെ ആ ഒരു ഷോപ്പിൽ നിന്നും ഒരുപാട് ഡ്രസ്സ് നോക്കിയിട്ടോ. പിന്നെ അവസാനം നീയക്കുട്ടിക്ക് ഒരു ഉടുപ്പ് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഉടുപ്പ്. ഇതാണ് കേട്ടോ ഉടുപ്പ്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉടുപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പച്ചക്കറി വിത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടെന്നെ. അങ്ങനെ പച്ചക്കറി വിത്തൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ പോയത് ഫാൻസിക്കാണ് കേട്ടോ. നീയക്കുട്ടിക്ക് 2-3 ക്ലിപ്സൊക്കെ എടുത്തേ. നല്ല ഭംഗിയുണ്ടായിരുന്നു ക്ലിപ്സ്. ക്രാബ് മോഡലുള്ള ക്ലിപ്സ് ആട്ടോ എടുത്തിട്ടുള്ളത്, ചെറിയ കുഞ്ഞ് ക്രാബ്സ്. അപ്പോൾ ഇത് ഒരുപാടുണ്ടായിരുന്നു. ഈ ഒരു സെറ്റിന് 20 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നോമ്പ് സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹോട്ടലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മഞ്ചേരിയുള്ളൊരു ഹോട്ടലിൽ തന്നെ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ടോപ്പ് എടുക്കാൻ കയറി. നല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിൽ. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റ് അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറഞ്ഞ വിലേൻ്റെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് കണ്ടത് ഈ ഗ്രീനായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് മാറ്റി വെച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് ആ ഡ്രസ്സ് തന്നെ എടുത്തിട്ട് ഞാൻ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഗൈസ്. അതിനുശേഷം നീയക്കുട്ടി കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങാൻ വിചാരിച്ച് കയറിയതാണ്. എന്നാലോ ഓരോ പാക്കിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നേ. നമ്മുടെ കയ്യിൽ അത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രം വാങ്ങിച്ചു കേട്ടോ. അപ്പം നമ്മൾ മഞ്ചേരിക്കൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം പൈസ കയ്യിൽ വേണം, അല്ലാതെ ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാണുന്നിടത്ത് മുഴുവനും സാധനങ്ങളാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവരിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും. നമ്മുടെ കയ്യിൽ പൈസയും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞതേ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഓട്ടോ പിടിച്ചിട്ടാണ് പോണത്. അമ്മയാണ് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി തരുന്നത്. പോണ വഴിയിൽ നീയക്കുട്ടി കുറച്ച് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. തണ്ണിമത്തനെ വാങ്ങിക്കാൻ വിചാരിച്ചേ, പിന്നെ ആൾ പറഞ്ഞു മുന്തിരി മതിയെന്ന്. അപ്പോൾ നമ്മൾ നീയക്കുട്ടിക്ക് ഒരു 1/2 കിലോ മുന്തിരി വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു നൈറ്റ് ഡ്രസ്സാണ്. പിന്നെ ഇതാണ് കേട്ടോ നീയക്കുട്ടിക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്, അമ്മമ്മേൻ്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ നീയക്കുട്ടിക്ക് അമ്മമ്മ വാങ്ങിച്ചു കൊടുത്ത ഈ ഒരു ഉടുപ്പ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്